എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കബാബാണ്, സീഖ് കബാബാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കബാബാണിത്. ഈ കബാബ് നമുക്ക് മട്ടൺ വെച്ച്, ചിക്കൻ, ബീഫ്, അതേപോലെ വെജിറ്റബിൾ വെച്ചിട്ടെല്ലാം നമുക്ക് ഈ കബാബ് ഉണ്ടാക്കാവുന്നതാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള സീഖ് കബാബാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെ നല്ല ജ്യൂസി ആയിട്ടുള്ള സീഖ് കബാബ് ഉണ്ടാക്കാമെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് സീഖ് കബാബിൻ്റെ മസാല പൗഡർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1 കഷ്ണം പട്ട, വാൽമുളക് എന്ന് പറയുന്നത് മലയാളത്തിൽ ഇത് കുരുമുളക് പോലെ ഇരിക്കും, പക്ഷേ എൻ്റെ അറ്റ ഭാഗത്ത് ചെറിയൊരു കമ്പ് പോലെ ഉണ്ടാവും. ഒരു 6-7 അത് ഹിന്ദിയിൽ കബാബ് ചീനി എന്നാണ് പറയുന്നത്. മലയാളത്തിൽ വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. തിപ്പിലി 1. ഈ തിപ്പിലിയും മറ്റ് വാൽമുളകും ആയുർവേദ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. കറുത്ത ഏലയ്ക്ക ചെറുതൊരെണ്ണം, ഏലയ്ക്ക 4, ഗ്രാമ്പു 10, ഉണക്കമുളക് 3. ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ചെറുതായിട്ടും തണുത്ത ശേഷം പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി സെയിം പാനിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലൊരു മൂത്ത മണം വരുമ്പോൾ അത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. മസാല പൊടിച്ച് സെയിം ബൗളിലേക്ക് തന്നെ 5 അല്ലെങ്കിൽ 6 വലിയ വെളുത്തുള്ളിയുടെ അല്ലിയിട്ട്, 1 കഷ്ണം ഇഞ്ചി, പച്ചമുളക് 5, ഒരു പപ്പായയുടെ ചെറിയൊരു പീസാണ്, അതും കൂടി ഇട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കണം. പപ്പായ ചേർക്കുമ്പോൾ കുറച്ചും കൂടി കബാബ് നല്ല ജ്യൂസി ആവും കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് വേവുകയും ചെയ്യും. പിന്നീട് ഒരു സവാളയാണ്, ഒരു വലിയൊരു സവാളയാണ്, അത് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒന്നില്ലെങ്കിൽ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പൊടിയായിട്ട് വളരെ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പോൾ ആ സവാള മുഴുവൻ ഞാൻ ഗ്രേറ്റ് ചെയ്തു. ഇനി അത് നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മുഴുവനും കളയണം സവാളയിൽ നിന്ന്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു തുണിയിലിട്ടിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം മുഴുവൻ കളയണം. പിന്നീട് കബാബിന് വേണ്ടിയുള്ള ചിക്കനാണ്. ചിക്കൻ്റെ ബ്രസ്റ്റ് ഞാൻ 400 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ തൈ ഭാഗമാണ്, കാലിൻ്റെ വശമൊക്കെയാണ്. ആ ഇറച്ചി 100 ഗ്രാം. നെയ്യുണ്ട്, ബീഫിൻ്റെ അല്ലെങ്കിൽ മട്ടൻ്റെയോ നെയ്യ് ചേർക്കുമ്പോഴും കുറച്ചും കൂടി ജ്യൂസി ആയിട്ട് കിട്ടും. ചിക്കൻ ബ്രസ്റ്റ് തന്നെ ചേർക്കുകയാണെങ്കിൽ ഒത്തിരി ഡ്രൈ ആയി പോകും. അപ്പം ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗം എപ്പോഴും ഡ്രൈ ആണ്. ചിക്കൻ്റെ തൈ ഭാഗം, കാലിനും ആ വശം നല്ല ജ്യൂസി ആയിട്ടുള്ള ഇറച്ചിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഒന്നില്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, ചോപ്പ് ചെയ്തിട്ട്. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ചിക്കൻ്റെ കീമ വാങ്ങിക്കാൻ കിട്ടും, ആ കീമ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ കീമ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചിക്കൻ നല്ലതുപോലെ കഴുകിയ ശേഷം അതിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ പോയ ശേഷം മാത്രമേ കീമ ഉണ്ടാക്കാവുള്ളൂ. കീമ ആയിട്ട് പിന്നെ നമുക്കത് കഴുകാൻ പറ്റില്ല. ചിക്കൻ ഞാനിപ്പോൾ എല്ലാം നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മുടെ ചട്നി അരയ്ക്കുന്ന ചെറിയ മിക്സിലാണെങ്കിലും ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ആ ചിക്കനിലേക്ക് ഞാൻ നമ്മളെ പിഴിഞ്ഞെടുത്ത സവാള ചേർത്തു. ഇത് അരച്ച് വെച്ചാൽ ഇഞ്ചിയും പപ്പായ എല്ലാം ഉണ്ടല്ലോ, പച്ചമുളകെല്ലാം, ആ പേസ്റ്റാണത്. അതെല്ലാം ഫുള്ളായിട്ടാണ് ഇടുന്നത്, ഒന്നും ബാക്കി ഞാൻ വയ്ക്കുന്നില്ല. ഞാൻ പറയുന്ന എല്ലാ അളവിൻ്റെയും എല്ലാം ഫുള്ളായിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കടലമാവ് തണുത്ത ശേഷം ഇതിലേക്ക് ചേർക്കുക. 1 ടീസ്പൂൺ ഉപ്പ്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇത് ആ പൊടിച്ചു വെച്ച മസാലയാണ്. പൊടിച്ച ആ ഫുൾ മസാല ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം.
നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കുക. സമയമുണ്ടെങ്കിൽ ഒരു രാത്രി ഫുൾ വെച്ചാലും നല്ലതാണ്. എല്ലാം അപ്പോൾ നല്ലതുപോലെ എല്ലാം പിടിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. രണ്ട് മണിക്കൂർ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. എന്ന് വെച്ചാൽ അതിൻ്റെ നടുക്ക് ചെറിയൊരു ബൗൾ വയ്ക്കുക. ആ ബൗളിലേക്ക് ഒരു ചെറിയൊരു കരി കത്തിച്ച് കനലാക്കിയത് ഇട്ടിട്ടുണ്ട്. ആ കരിയുടെ കനലിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കണം 2 മിനിറ്റ്. അപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവർ വരും. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ കരി എടുത്ത് മാറ്റാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കുഴയ്ക്കണം. ഇനി ഒരു ബൗളിൽ ഞാൻ തണുത്ത വെള്ളമാണ്, നല്ല ഐസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ആ ഐസ് വാട്ടറിൽ നമ്മുടെ കൈ ഒന്ന് മുക്കിയ ശേഷം നമ്മൾ ഇതിനകത്ത് നിന്ന് ഓരോ വലിയ സൈസ് നാരങ്ങയുടെ സൈസിലുള്ള ബോൾ പോലെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെയുള്ള കമ്പിയിൽ ചുറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലത്തെ കമ്പി ഇല്ലെങ്കിൽ നമ്മൾ ബാംബു സ്ക്വേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. അതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയ ശേഷം ഇതേപോലെ ഇറച്ചിയെടുത്ത് അതിൽ നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഒത്തിരി കട്ടിയിൽ എടുക്കരുത്, കനം കുറച്ചിട്ട് വേണം അതിൽ നല്ലതുപോലെ കമ്പിയിൽ അത് ചുറ്റിച്ചെടുക്കാനായിട്ട് ഇറച്ചി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് ആ തണുത്ത വെള്ളത്തിൽ മുക്കിയ ശേഷം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൈ ഒട്ടൂല. അപ്പോൾ ഒത്തിരി ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഒത്തിരി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ നല്ലതുപോലെ ചൂടാക്കി ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഒരു 1-2 ബ്രെഡ് സ്ലൈസ് പൊടിച്ച് ഈ കീമയിലേക്ക് ഇപ്പോൾ നമ്മൾ അരച്ചു വെച്ച ഇറച്ചിയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്താലും മതി. ഒത്തിരി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വെള്ളമായി ഒത്തിരി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ കൈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ തണുത്ത വെള്ളത്തിൽ മുക്കുക. അപ്പോൾ ഒട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല ഇറച്ചി. ഞാൻ ഇവിടെ ഒരു തവയിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ കബാബ് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിടണം. ഈ സമയത്ത് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വേറൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കബാബ് ഇപ്പോൾ കമ്പിയിൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ കബാബിൻ്റെ ബാക്കി നമുക്ക് കുക്കിംഗ് ചെയ്യുന്നത് ഈ പാനിൽ വെച്ചിട്ടാണ്. നമുക്ക് ആ തവയിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാം. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് 2 പാനിലും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് കബാബ് ഉണ്ടാക്കി കഴിയും. നല്ല ചൂടായിരിക്കും. അപ്പോൾ സൂക്ഷിച്ച് വേണം കമ്പിയിൽ നിന്ന് അത് ഊരിയെടുക്കാനായിട്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം. ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കും ഇതൊന്ന് നല്ലതുപോലെ കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിടണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ കമ്പിയിൽ വീണ്ടും ബാക്കിയുള്ള ഇറച്ചി ചുറ്റിച്ചെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള കബാബ് ഇതേപോലെ തന്നെ കമ്പിയിലാക്കിയിട്ട് നമുക്ക് ആ തവയിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം.
രണ്ട് പാനിലും നമ്മൾ ശ്രദ്ധ വേണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കബാബും തിരിച്ച് മറിച്ചിട്ടുകൊണ്ടിരിക്കണം. ആ കബാബിന് എല്ലാ സൈഡും ഒരേപോലെ കുക്കാവുന്ന രീതിയിൽ നിങ്ങൾ സൈഡ് മാറ്റി മാറ്റി തിരിച്ച് മറിച്ചിട്ടുകൊണ്ടിരിക്കണം. ഈ കബാബ് കുക്കായിട്ടുണ്ട്. ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഇനി നമ്മളിപ്പോൾ ആ മറ്റേ തവയിൽ ഉണ്ടാക്കി വെച്ച കബാബാണ്. അത് കമ്പിയിൽ നിന്ന് ഊരി ഈ പാനിലേക്ക് ഇടാം. ബാംബൂ സ്കൂവേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഊരി എടുക്കേണ്ട. അത് തന്നെ നമുക്ക് ആ പാനിലേക്ക് അങ്ങനെ തന്നെ വെച്ചിട്ട് കബാബ് ഉണ്ടാക്കാവുന്നതാണ്. പിന്നീട് ഇത് ഞാൻ മലായ് ചിക്കൻ ടിക്ക ഉണ്ടാക്കിയ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടൈം എടുക്കും. ഒരു 20 മിനിറ്റൊക്കെ എടുക്കും. നമ്മുടെ വീട്ടിൽ വിറകിൻ്റെ അടുപ്പുള്ളെങ്കിൽ നല്ല എളുപ്പമാണ്. പെട്ടെന്ന് ആ കനലിന് മുകളിലേക്ക് വെച്ച് ചുട്ടെടുക്കാവുന്നതാണ് കബാബ്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റും ആയിരിക്കും. കുറച്ചും കൂടെ ജ്യൂസി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ബ്രഷും കൊണ്ട് ഓയിൽ തേച്ച് കൊടുക്കണം ചിക്കനിൽ, അല്ലെങ്കിൽ ഒത്തിരി ഡ്രൈ ആയി പോകും ചിക്കൻ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിടുമ്പോൾ ഓയിൽ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സ്റ്റൗവിൻ്റെ ബർണറിന് മുകളിൽ കുറച്ച് എണ്ണ വീഴും. ഇപ്പോൾ കബാബ് റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് എടുത്തു ഈ കബാബ് റെഡി ആവാനായിട്ട്. ഇത് ഞാൻ പാനിൽ ഉണ്ടാക്കിയ കബാബാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ട് നമുക്കൊരു സിസ്ലർ പ്ലേറ്റ് നല്ലതുപോലെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കബാബ് വെച്ചാൽ മതി. കബാബിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു തൈര് വെച്ചിട്ടുള്ള ഡിപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ കബാബ്. ഇത് ഞാൻ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് ഉണ്ടാക്കിയ കബാബാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം.